എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഈ ചാനലിൻ്റെ ഒരു ഡൗട്ട് ഇതാണ്. നമുക്ക് ഷോർട്ട് പോളിസി എന്നും പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ എഴുതി വരാറുണ്ട്, ഷോർട്ട് പോളിസി. അപ്പോൾ അതെന്താണ് ഈ ഷോർട്ട് പോളിസി? അപ്പം കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉള്ള നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉള്ളതിന് ഇപ്പോൾ സപ്പോസ് നമ്മളൊരു മലയാളം നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടിട്ടു. അപ്പം പാട്ടിട്ട് കഴിഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അപ്പം അത് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ ഈ അതിൽ റെഡിൽ ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് വരാറുണ്ട്, കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ബ്ലോക്ക് ചെയ്യുമെന്ന് അങ്ങനെ പറഞ്ഞ് അത് ബ്ലോക്കഡാണെന്ന് പറഞ്ഞാണ് ഇങ്ങനെ മെസ്സേജ് വരുന്നത്. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് അത് കോപ്പി റൈറ്റ് ഇഷ്യൂസ് എന്ന് പറഞ്ഞ് പാട്ടുകൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം എനിക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ മോണിറ്റൈസേഷൻ്റെ ഒക്കെ ഇത് വന്നിരുന്നതാണ്. അപ്പോൾ ഈ ഷോർട്ട് പോളിസി എന്താണെന്ന് ഒന്നും അറിയാനായിട്ട്, അപ്പോൾ അത് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അതെന്താണെന്ന്. അപ്പം ഞാനിപ്പോഴും ഈ മലയാളം ഓൾഡ് സോങ്സൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഞാനത് ചെറുതായിട്ടാണ് ഇടുന്നത്, ഒരു 45 സെക്കൻഡ് അത്രയേ ഉള്ളൂ. അപ്പം ഒരു 1 മിനിറ്റ് ഒന്നും ഇല്ല, അങ്ങനെയാണ് അത് ഇടുന്നത്. അപ്പോൾ അതിലും നമുക്കിങ്ങനെ എഴുതി വരുന്നുണ്ട് ഷോർട്ട് പോളിസി എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ എന്താ പറയുക സ്റ്റുഡിയോയിൽ കയറി നോക്കുമ്പോൾ ഷോർട്ട് പോളിസി. അപ്പോൾ അതിൽ എന്തെങ്കിലും അപ്പോൾ റെസ്ട്രിക്ഷനിൽ നണ്ണെന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവർക്കും അത് ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഈ ഷോർട്ട് പോളിസി എന്ന് പറഞ്ഞുള്ളവർ. അപ്പോൾ അത് നമുക്ക് യൂട്യൂബിൽ അങ്ങനെ ഇടുമ്പോൾ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ അതിൽ എന്തെങ്കിലും നമുക്ക് പ്രോബ്ലം ഉണ്ടോ? ചിലർ അതിന് പറഞ്ഞിട്ടുണ്ട് ഇനി പ്രോബ്ലം ഷോർട്ട് പോളിസിയിൽ അത്ര വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല, മോണിറ്റൈസേഷൻ്റെ സമയത്തൊക്കെ അത് കൺസിഡർ ചെയ്യും എന്നൊക്കെയാണ്. അപ്പം എല്ലാവർക്കും ഇങ്ങനെ വരാറുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാനിത് ഈ വീഡിയോ ഇടുന്നത്. ഈ ഷോർട്ട് പോളിസി എന്ന് പറഞ്ഞ് വരുന്നുണ്ട് ചെറുതായിട്ട്. ഞങ്ങൾ പാട്ട് ഇതിൻ്റെയൊക്കെ ഇടുമ്പോൾ ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പം ഏതെങ്കിലും ഒരു സീൻ എടുത്ത് നമ്മളൊരു മലയാളം ഫിലിം സോങ്സിൻ്റെ അത് യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്തുള്ള ഇതാണെങ്കിൽ ചിലതിന് ഷോർട്ട് പോളിസി എന്ന് വരാറുണ്ട്, ഒരു 45 സെക്കൻഡ്സിൽ മേലെ പോകാറില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഷോർട്ട് പോളിസിയുടെ ഒരു ഇത് ഞാൻ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഇത് കേൾക്കുന്ന ആരെങ്കിലും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കത് അങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ലാതെ വേറെ ഇങ്ങനെ അതുപോലെ ഞാൻ നേരത്തെയൊക്കെ ഇതുപോലെ ചെയ്ത സമയത്ത് സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഈ സോങ്സൊക്കെ ഞാൻ എപ്പോഴും ചെയ്യും കേട്ടോ. നിങ്ങളെല്ലാവരും സോങ്സൊക്കെ ചെയ്യാറുണ്ടോ ഇതുപോലെയുള്ള? അപ്പോൾ ചിലരുടെ അത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ചിലരിങ്ങനെ ഒത്തിരി മലയാള സോങ്സ് പഴയ പാട്ടുകളൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഈ കോപ്പി റൈറ്റ് ഇഷ്യൂ വരുന്നുണ്ടോ ഇതൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ അതാണ് പറയുന്നത്, കോപ്പി റൈറ്റ് ഒന്നും എഴുതി വരാറില്ല, പക്ഷേ ഷോർട്ട് പോളിസി ഉള്ളി എന്നും പറഞ്ഞാണ്. ഇപ്പം ഈ ഷോർട്ടിനാണ് ഇടുന്നത്, വലിയ പാട്ട് ഇപ്പോൾ ഇടാറില്ല. നമ്മളെന്തെങ്കിലും ഒരു ഷോർട്ടൊക്കെ ഇടുമ്പോഴത്തേനും അവർ റെസ്ട്രിക്ഷൻ ആൻഡ് ഷോർട്ട് പോളിസി. അപ്പോൾ ഈ ഷോർട്ട് പോളിസി എന്ന് വരുന്നത് കൊണ്ട് ആ വീഡിയോസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അത് ചിലരുടെ വീഡിയോസ് ഞാൻ 1-2 വീഡിയോസുകൾ ഞാൻ ഹിന്ദിയിലും ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഷോർട്ട് പോളിസിയിൽ അത്രയും പ്രോബ്ലം ഉണ്ടാവില്ല എന്നാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെ ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പിന്നെ ആദ്യം മോണിറ്റൈസേഷൻ വരെ ആയി, അത് ഇനിയിപ്പം കുറച്ച് കോപ്പി റൈറ്റ് ഇഷ്യൂസ് വന്നു എന്നും പറഞ്ഞ് അവരിങ്ങനെ മെസ്സേജൊക്കെ തന്നു. അപ്പം നമുക്ക് അത് അപ്പീലിന് പോകണമെങ്കിൽ അപ്പീലിന് പോകാം, ഇത്ര ദിവസത്തിനുള്ളിൽ അപ്പീൽ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. അപ്പം കോപ്പി റൈറ്റ് ഇഷ്യൂ അതിപ്പോൾ ആദ്യമൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം ഇനി ഇതുപോലെയൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അറിയിപ്പും കൂടിയായിട്ടാണ് ഞാനിത് പറയുന്നത്. ഇനിയിപ്പം നിങ്ങളാണെങ്കിലും ഇതുപോലെ പിന്നെ കോപ്പി റൈറ്റ് നമ്മൾ ഈ സ്റ്റുഡിയോയിൽ കയറി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് കോപ്പി റൈറ്റ് ആണോ. റെസ്ട്രിക്ഷൻ്റെ നേരെ എഴുതും അവർ, റെസ്ട്രിക്ഷൻ ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യും. അപ്പോൾ അതൊന്ന് എല്ലാവരും മിക്കവരും അത് നോട്ട് ചെയ്യുന്നുണ്ടാവാം, ഞാൻ പക്ഷേ അത് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല സ്റ്റാർട്ടിങ്ങിൽ. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ കോപ്പി റൈറ്റ് ഇഷ്യൂവിൻ്റെ ഒരു പ്രോബ്ലം വന്നത്. അപ്പോൾ ഇനി പുതിയതായിട്ടൊക്കെ തുടങ്ങുന്ന ആൾക്കാരെ എന്തില്ലെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മളിതെല്ലാം ഇങ്ങനെ ഏതൊക്കെയാണ് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതെന്നുള്ള രീതിയിൽ കുറച്ചൊക്കെ നമുക്ക് അറിയാമെങ്കിലും അപ്പം നമ്മൾ ഇപ്പം ലോങ് വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ സൈഡിലായിട്ട് എഴുതി വരും കോപ്പിറൈറ്റ് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയും. പക്ഷേ ഇത് അങ്ങനെ എഴുതി വരാത്ത കുറച്ചും കൂടി എനിക്ക് ഫൈനൽ ഇവാലുവേഷൻ്റെ ടൈമിൽ കോപ്പി റൈറ്റ് എന്നും പറഞ്ഞൊരു ഇഷ്യൂ. അപ്പം
ഇനിയിപ്പോൾ ഈ പുതിയതായിട്ടൊക്കെ തുടങ്ങുന്ന പിന്നെ കസ്റ്റമേഴ്സും അവരൊക്കെ ഈ കോപ്പിറൈറ്റിൻ്റെ അതിലൊന്ന് എഴുതുന്ന എഴുതി വന്നിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ ഷോർട്ട് പോളിസിയുടെ ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഇത്രയാണ് പറയാനുള്ളത്. ഈ ഷോർട്ട് പോളിസിയുടെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബൈ.